السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ എഴുത്തിക്കാഫ് കരുതി ജുമാക്ക് വേണ്ടി സമ്മേളിച്ചിട്ട് റബ്ബ് സ്വീകരിക്കട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടം പ്രദാനം ചെയ്യട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ നമ്മുടെ ബന്ധങ്ങളിലും പരിചയങ്ങളിലും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരിലുമുണ്ട്. അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റന്നാൾ സൂര്യാസ്തമന ശേഷം മിക്കവാറും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, ഇത് 1500ാമത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ്. 1500 എന്നുള്ള നമ്പറിനൊരു പ്രത്യേകത ഒന്നുമില്ലെങ്കിലും 1.5 സഹസ്രാബ്ദക്കാലം, 1500 ആണ്ടുകൾ ആ മഹാത്മാവ് ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ആശയങ്ങളും മഹിതമായ സന്ദേശങ്ങളുമൊക്കെ ഇന്നും തെളിമയോടെ പ്രോജ്വലിച്ചു നിൽക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നാം ലോകത്തെവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ലോകത്ത് പിറവിയെടുത്ത മിക്ക ആദർശങ്ങളും ആശയങ്ങളുമൊക്കെ ഒരു നൂറ്റാണ്ട് പോലും തികക്കാൻ കഴിയാതെ ജനിച്ച മണ്ണിൽ തന്നെ മരണമടയുന്ന കാഴ്ചകളാണ് ലോകം കണ്ടിട്ടുള്ളത്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ്റെ ബുദ്ധിപരമായ ഭൗതികമായ വികാസമൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു നമുക്കറിയാം. അക്കാലത്ത് പ്രബോധനം ചെയ്യപ്പെട്ട, സമർപ്പിക്കപ്പെട്ട ഒരാശയം അത് ഇന്ന് നിർമ്മിത ബുദ്ധിയുടെയും മറ്റുമൊക്കെ ഉത്തുംഗതയിൽ മനുഷ്യൻ വിരാജിക്കുന്ന ഈ കാലത്ത് കൂടുതൽ തെളിമയോടുകൂടി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മഹാത്ഭുതമാണ്. ഒരുപാട് മതങ്ങളും ആശയങ്ങളുമൊക്കെ ലോകത്തുണ്ടെങ്കിലും അവർക്കെല്ലാം അവരുടെ ആശയങ്ങളിൽ, ആദർശങ്ങളിൽ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുണ്ട്, തിരുത്തലുകൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്, കാലാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞുവോ, എന്ത് പ്രബോധനം ചെയ്തുവോ അത് ഇന്നും എന്നും എക്കാലത്തും ഒരു മാറ്റവുമില്ലാതെ അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ആശയം, ആ ആദർശം ഈ 1500ഓളം വർഷം പിന്നിടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് വൈതരണികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ എതിർപ്പ് ഖുറൈശികളിൽ നിന്നായിരുന്നു. ഖുറൈശികളുടെ എതിർപ്പും അവരുടെ ആക്രമണവുമൊക്കെ ഏകദേശം ഹിജ്റ 5 വർഷത്തോടുകൂടി അസ്തമിക്കുകയുണ്ടായി. ഖന്തഖ് യുദ്ധത്തോടുകൂടി ഖുറൈശികൾക്ക് പാകം വന്നു. പിന്നെ പ്രധാന ശത്രുക്കളായിട്ടുണ്ടായിരുന്നത് മദീനയിലെ യഹൂദികളായിരുന്നു, ജൂതന്മാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിന് നേരെ യുദ്ധം നടത്തിയ അല്ലെങ്കിൽ ആക്രമണം നടത്തിയ ആളുകളാണ്. അവർ ഖൈബർ യുദ്ധത്തോടുകൂടി യഹൂദികളുടെ ആക്രമണവും അല്ലെങ്കിൽ അവരുടെ ശത്രുതയും അവസാനിച്ചു. ഏതാണ്ട് അവരെ പരാജയപ്പെടുത്താൻ ഇസ്ലാമിക സമൂഹത്തിനായി. പിന്നെ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു ശത്രു വിഭാഗമായിരുന്നു റോം, പേർഷ്യ സാമ്രാജ്യങ്ങൾ. അക്കാലത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും കോളനികളാക്കി വെച്ചുകൊണ്ട് തങ്ങളുടെ സൈനികമായ ആധിപത്യം കൊണ്ട് അടക്കി ഭരിച്ചിരുന്ന ലോകത്തെ പ്രബല ശക്തികളായിരുന്നു റോം, പേർഷ്യ സാമ്രാജ്യങ്ങൾ. ആ റോമ സാമ്രാജ്യത്തിനെയും തബൂക്ക് യുദ്ധത്തോടുകൂടി അവരുടെ ശക്തി ക്ഷയിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാമിന് സാധിക്കുകയുണ്ടായി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് പേർഷ്യ സാമ്രാജ്യത്വവും അസ്തമിച്ചു. പിന്നീട് ഇസ്ലാമിൻ്റെ കുതിച്ചോട്ടമായിരുന്നു.
ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, പടക്കുതിരകളെ പോലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തകർ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് ഒഴുകി, ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ചു. ഏഷ്യൻ ഭൂഖണ്ഡത്തിലും അത് കടന്ന് ആഫ്രിക്കയും കടന്ന് യൂറോപ്പിലേക്ക് വരെ പരിശുദ്ധമായ ഇസ്ലാം കുതിച്ചെത്തുകയുണ്ടായി. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു. പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ശത്രുക്കൾ ആഭ്യന്തര ശത്രുക്കളായിരുന്നു. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തകർച്ച ആഭ്യന്തര ശത്രുക്കളെ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. ഇസ്ലാമിക സമൂഹത്തിന് ആഭ്യന്തരമായി ഉള്ളിൽ നിന്ന് ഒരുപാട് ശത്രുക്കളുണ്ടായി. ഖവാരിജുകൾ അവരിൽ കുപ്രസിദ്ധരായിരുന്നു. ഭരണകൂടങ്ങളെക്കെതിരെ അവർ പ്രവർത്തിച്ചു. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ അവർ ഒരുപാട് ആക്രമണ പരമ്പരകൾ തന്നെ അഴിച്ചുവിട്ടു. അല്പകാലത്തിനകം തന്നെ ഒരു 20 കഷ്ണങ്ങളോളായിട്ട് മാറിയിട്ട് ഖവാരിജ് പ്രസ്ഥാനം അസ്തമിക്കുകയുണ്ടായി. മറ്റൊരു വിഭാഗമായ മുഅ്തസിലികൾ. നാം ഇസ്ലാമിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം ഒരു ഏകദേശ ചിത്രം നമ്മുടെ മനസ്സിൽ വേണം സഹോദരന്മാരെ. ഇസ്ലാം ഇന്ന് എത്തി നിൽക്കുന്ന ഈ മനോഹരമായ ഈ ഒരു കാലത്ത് ഇസ്ലാം പിന്നിട്ട വഴികൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അതിനൊക്കെ അതിജയിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് ഇസ്ലാം ഇന്ന് ലോകത്ത് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ പോലും യൂറോപ്യൻ നാടുകളിൽ പോലും തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയുടെ പിറകിലെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മുഅ്തസിലികൾ ഇസ്ലാമിക സമൂഹത്തിനകത്തെ യുക്തിവാദികളായിരുന്നു. അവർക്കും പിടിച്ചു നിൽക്കാനായില്ല. അവരും ഇസ്ലാമിക ആദർശത്തിന് മുമ്പിൽ പരാജയപ്പെടുകയുണ്ടായി. 19-ാം അതിനുശേഷം വന്ന വിഭാഗമാണ് ഷിയാക്കൾ. നമുക്കറിയാം, ഷിയ വിഭാഗത്തിനും ഒരുപാട് അവരുടെ ആദർശങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ഇസ്ലാമിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. 19-ാം നൂറ്റാണ്ടിൽ ബഹായികൾ വന്നു. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖാദിയാനി പ്രസ്ഥാനം വന്നു. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് ആശയധാരകൾ ലോകത്ത് ഇസ്ലാമിക പ്രവർത്തനത്തിന് വിഘാതമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഒരിക്കലും ഇതിലൊന്നും ഇസ്ലാമിൻ്റെ മഹിതമായ ആശയത്തിന് മങ്ങലേൽപ്പിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവസാനത്തെ വസിയത്തുണ്ട്. തൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയ 1,40,000-ഓളം വരുന്ന സഹാബത്തിനോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഏൽപ്പിച്ച അവസാനത്തെ വസിയത്തുണ്ട്. ഒരു അവസാനത്തെ ഉപദേശം, അതൊരു വസിയത്തായിരുന്നു. റസൂൽ തൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ മാ ഇൻ തമസ്സക്തും ബിഹിമാ ലൻ തളില്ലു ബഅദി അബദാ. ഞാൻ നിങ്ങൾ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണ്. നിങ്ങളത് മുറുകെ പിടിക്കുകയാണെങ്കിൽ ലൻ തളില്ലു ബഅദി അബദാ, എനിക്ക് ശേഷം ഒരിക്കലും നിങ്ങൾക്ക് മാർഗഭ്രംശം ഉണ്ടാവില്ല. ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മഹിതമായ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ പ്രഭാവത്തോടുകൂടി പ്രോജ്വലിച്ച് നിൽക്കാൻ നിങ്ങൾക്കാവും. പക്ഷേ നിങ്ങളത് മുറുകെ പിടിക്കണം. 2 കാര്യങ്ങൾ. ഒന്ന് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വിശുദ്ധ വേദഗ്രന്ഥവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മഹിതമായ മാതൃകയുമാകുന്നു, സുന്നത്തുമാകുന്നു. നിങ്ങൾ ഖുർആൻ മുറുകെ ജീവിക്കുകയാണെങ്കിൽ, ആ ഖുർആന്റെ വ്യാഖ്യാനമാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തിരു സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കാനും നിങ്ങൾ അതിജയിക്കാനും നിങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന്. അത് ഇസ്ലാമിക സമൂഹം കുറേ ആളുകൾ അങ്ങനെയൊക്കെ വഴിതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ഇസ്ലാമിക സമൂഹം കിതാബുള്ളയും സുന്നത്തു റസൂലും മുറുകെ പിടിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ പ്രോജ്വലിച്ച് നിൽക്കുന്ന മനോഹരമായ നമുക്ക് കാണാൻ സാധിക്കുന്നു. വേറെയും ഒരുപാട് പ്രസ്ഥാനങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. അവർ ഡയറക്റ്റ് ഇസ്ലാമിക സമൂഹത്തെ എതിർക്കുന്നില്ലെങ്കിലും അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടതല്ലെങ്കിൽ പോലും ഏറ്റവും പ്രധാന ലക്ഷ്യം ഇസ്ലാമിക സമൂഹത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക ആശയത്തെ എതിർക്കലുമായിട്ട് വന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു യൂറോപ്പ് കേന്ദ്രീകരിച്ചുണ്ടായ ഓറിയന്റലിസം. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിജീവികളുടെ പ്രസ്ഥാനമായിരുന്നു, ബൗദ്ധിക പ്രസ്ഥാനമായിരുന്നു. അവരുടെ ലക്ഷ്യം ഇതായിരുന്നു: പൗരസ്ത്യ നാട് കിഴക്കൻ നാടുകളിലെ മതങ്ങളെക്കുറിച്ച് പഠിക്കുക, ആദർശങ്ങളെക്കുറിച്ച് പഠിക്കുക, അവരുടെ ഭക്ഷണ രീതിയും സംസ്കാരവും പഠിക്കുക, അവരുടെ ഭാഷ പഠിക്കുക, ഇതൊക്കെ ആയിരുന്നു ഉദ്ദേശം. അങ്ങനെ അറബി ഭാഷയും മറ്റുമൊക്കെ പഠിച്ചുകൊണ്ട് അവർ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് അത് യൂറോപ്യൻ നാടുകളിൽ വികലമായി ചിത്രീകരിച്ചു ഇസ്ലാമിൻ്റെ ആശയങ്ങൾ. അങ്ങനെ ഓറിയന്റലിസം പ്രസ്ഥാനമുണ്ടായി. 19-ാം നൂറ്റാണ്ടിൽ സോഷ്യലിസവും അതിന് എതിർക്കാൻ മുതലാളിത്തം ക്യാപിറ്റലിസവും വന്നു. പക്ഷെ എല്ലാം ഒരു നൂറ്റാണ്ട് പോലും തികക്കാൻ കഴിയാതെ അവയുടെ നാടുകളിൽ തന്നെ ജനിച്ച മണ്ണിൽ തന്നെ ചരമമടിഞ്ഞതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലോകത്തെ പ്രധാനമായിട്ടുള്ള ചിന്താഗതികളാണ് സ്വതന്ത്ര ചിന്താഗതി. അതായത് നമുക്കറിയാം ഫ്രീ തിങ്ക്,
ഇന്നൊരുപാട് മനുഷ്യർ അതിൻ്റെ പിറകിലാണ്. പ്രത്യേകിച്ചും പാശ്ചാത്യ നാടുകളിലൊക്കെ മനുഷ്യന്മാർ സ്വതന്ത്ര ചിന്തകരാണ്. അവർ ഇസ്ലാം എന്ന് മാത്രമല്ല എല്ലാ മതങ്ങളുടെയും വേലിക്കെട്ടുകളിൽ നിന്ന്, നിയന്ത്രണങ്ങളിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന് മാറി സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. അതിനുശേഷം മരണമാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കഴിയുന്നത്ര ജീവിതം ആസ്വദിച്ച് തീർക്കുക, കഴിയുന്നത്ര സുഖിച്ച് ജീവിക്കുക. ഒരു നിയന്ത്രണങ്ങളും പാടില്ല. എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം, ആരുമായി രമിക്കാം, ആരെയും വേൾക്കാം. ഇങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട്. ഇങ്ങനെ ലോകത്തെ എല്ലാ കാലത്തും ഒരുപാട് ചിന്താധാരകളും ആശയങ്ങളും ഒന്നെങ്കിലും അള്ളാഹുവിൻ്റെ മതം പരിശുദ്ധ ഇസ്ലാം ലോകത്ത് ഇന്നും വളരെ പ്രഭയോടുകൂടി തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. സഹോദരന്മാരെ, നമുക്കറിയാം ഇന്ന് പരിശുദ്ധ ഇസ്ലാം ലോകത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന മതം തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഏത് എന്ന് നാം നിർമ്മിത ബുദ്ധിയോട് ChatGPT ഒന്ന് ചോദിച്ചു നോക്കൂ. മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇന്ന് ലോകത്ത് ഏറ്റവും വികാസം പ്രാപിക്കുന്ന, ഏറ്റവും കൂടുതൽ വേഗം വളരുന്ന മതം ഏതാണെന്ന്. ഒറ്റത്തരമേ ഉള്ളൂ ഇസ്ലാം. ഇന്ന് യൂറോപ്പിലേക്ക് 6-7% മാത്രമാണ് മുസ്ലിമുകളുള്ളത്. 2050 ആകുമ്പോഴേക്ക് 11% മുസ്ലിമുകൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ യൂറോപ്യൻ നാടുകളിലുണ്ടാവും. അഥവാ ലോകത്തെ ഏറ്റവും വലിയ മതമായിട്ട് ക്രിസ്ത്യാനിറ്റിയെ കവച്ചു വെച്ചുകൊണ്ട് ഇസ്ലാം മുന്നേറുമെന്നാണ് ലോകത്തെ കണക്കെടുപ്പ് വിദഗ്ധന്മാരൊക്കെ വിലയിരുത്തുന്നത്. ലോകത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള നാമം, പേര് ഏതാണ്? ലോകത്തെ ജനങ്ങൾ തങ്ങളുടെ മക്കൾക്കിടാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള പേര് ഏതാണെന്ന് ചോദിച്ചു നോക്കൂ. പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേരാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേരിടാനാണ് ലോകം മുഴുവനും കൊതിക്കുന്നത്. ലോകത്ത് 150 മില്യൺ മനുഷ്യർ, ഏകദേശം 15 കോടിയോളം മനുഷ്യർ, 150 കോടിയോളം മനുഷ്യർ മുഹമ്മദ് എന്ന പേരിടാൻ കൊതിച്ചു അല്ലെങ്കിൽ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അത്രമാത്രം ലോകത്ത് പോപ്പുലറായിട്ടുള്ള പേരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര്. ഇന്നും ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ആ മനുഷ്യനെ നോക്കിയിട്ടാണ്. നോക്കണം, ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസ സമൂഹം ഇന്ന് പുലർക്കാലത്ത് എണീറ്റത് നിബിധങ്ങൾ ഓർത്തുകൊണ്ടാണ്. നാം ഇന്ന് പല്ല് തേച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെ പല്ല് തേച്ചു എന്ന് ആലോചിച്ചുകൊണ്ടാണ്. നാം ഇന്നലെയോ ഇന്നോ നഖം വെട്ടിയത് പ്രവാചകൻ നഖം വെട്ടി അതേ മാതൃകയിലാണ്. നാം ഇന്ന് ഭക്ഷണം കഴിച്ചത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ച അതേ ക്രമത്തിലാണ്. നാം വസ്ത്രം ധരിക്കുന്നതും, ടോയ്ലറ്റിലേക്ക് പോകുന്നതും, കച്ചവടം ചെയ്യുന്നതും, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും, നാം എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണ്ണമായിട്ട് അനുകരിക്കുകയാണ് ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർ. 24 മണിക്കൂറും മുഹമ്മദ് എന്ന് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ അഷ്ടദിക്കുകൾ കോടി മനുഷ്യർ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരുടെ നിസ്കാരങ്ങളിൽ, ബാങ്ക് വിളികളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ ദിക്റുകളിൽ, സ്വലാത്തുകൾ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ലോകത്ത് ഇത്രമാത്രം സ്വാധീനിച്ചൊരു വ്യക്തി ലോകത്തില്ല തന്നെ. ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വ്യക്തി മർമഡ്യോക്ക് പിക്താൾ എന്ന് പറയുന്ന ഒരാളാണ്. പിക്താൾ ഒരു വലിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാണ്ടായ ഒരു കാരണമാണ് ക്രിസ്ത്യാനിയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാണ്ടായ ഒരു കാരണം അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടൊരു കാഴ്ചയാണ്. തൊട്ടടുത്ത കെട്ടിടത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ, പ്രായം കൂടിയ ഒരു മനുഷ്യൻ ഒരു യുവാവിനെ മർദ്ദിക്കുന്നത് കാണാൻ ഒരു വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട്. അങ്ങനെ ഇയാളെ തെറി വിളിക്കുന്നുണ്ട്, ഈ ചെറുപ്പക്കാരൻ തെറി വിളിക്കുന്നുണ്ട്, ഉന്തളും തള്ളും ആക്രമിക്കണൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, ഒന്നും പ്രതികരിക്കാതെ ശാന്തനായി അയാളുടെ ഭർസനങ്ങൾക്കും ചീത്തവിളിക്കും അയാളുടെ ആക്രമണങ്ങൾക്ക് വിധേയനായി നിന്നു കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. പിക്താളിന് വല്ലാത്ത അത്ഭുതമായി. പിക്താൾ ഈ ചെറുപ്പക്കാരനെ സമീപിച്ച് ചോദിച്ചു ശേഷം, എന്തുകൊണ്ടാണ് ആ വൃദ്ധൻ നിങ്ങൾ ആക്രമിക്കുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്ന കാര്യമുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇയാൾ പ്രായമുള്ള വ്യക്തിയാണ്. മറ്റൊന്ന്, ഞാൻ അയാളുടെ കടക്കാരനാണ്. ഞാൻ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അയാളുടെ വാടക ഞാൻ കൊടുത്തിട്ടുള്ള കടക്കാരനാണ് ഞാൻ ഒരു മുസ്ലിമാണ്. എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൃദ്ധരായ മനുഷ്യരോട്, പ്രായം കൂടിയ മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്.
മല്ലം യർഹം ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വലം യുഖിർ കബീറനാ. ചെറിയ മക്കളെ സ്നേഹിക്കുകയും വൃദ്ധരെ ആദരിക്കുകയും ചെയ്യാത്ത ആളുകൾ എൻ്റെ മതം അനുകരിച്ചവരല്ല, എൻ്റെ സുന്നത്തെ പിൻപറ്റിയവരല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് വൃദ്ധരെ എനിക്ക് തിരിച്ചു ദ്രോഹിക്കാനാവില്ല. പിന്നീട് കടക്കാരനാണ് ഞാൻ. കടക്കാരൻ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ടും എൻ്റെ മതം പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ സമയത്ത് കടം വീട്ടേണ്ടവനാണ്. പക്ഷേ എനിക്ക് കടം വീട്ടാൻ സാമ്പത്തിക പ്രയാസമുണ്ടായത് കൊണ്ട് വീട്ടാനായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വിധേയപ്പെട്ട് നിൽക്കേണ്ടവനാണ് ഞാൻ. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത് എന്ന് ചെറുപ്പക്കാരൻ പറയുമ്പോൾ പിക്താളിൻ്റെ മനസ്സിൽ വല്ലാത്ത അത്ഭുതമുണ്ടായി, ചിന്തകളുണ്ടായി. അദ്ദേഹം ചിന്തിച്ചു, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളും ആശയങ്ങളും പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ലോകത്തെ ഇതുപോലുള്ള സാധാരണക്കാരായ മനുഷ്യരെ സ്വാധീനിക്കുന്നുവെങ്കിൽ ആ ആശയം അതൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചു. മറബഡ്യൂക്കി പിക്താൾ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങി, പ്രവാചകനെ പഠിക്കാൻ തുടങ്ങി, മതം പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മാസ്മരികതയിൽ വീണുപോയി. പ്രവാചകന്റെ അത്യുജ്വലമായ ആ പ്രഭാവത്തിൻ്റെ മുമ്പിൽ പിക്താൾ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ പരാജയപ്പെട്ടു പോയി, വീണുപോയി. അദ്ദേഹം ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആനെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ നാം പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് 1.5 സഹസ്രാബ്ദം മുമ്പ് ജീവിച്ച് മരിച്ചു പോയെങ്കിലും ഇന്നും പ്രവാചകന്റെ സ്വാധീനം പ്രകടമാണ്. അത് ലോകത്ത് ആർക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. ലോകത്ത് നൂറുകണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് മഹാനായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അവർക്കറിയുമോ? യേശുക്രിസ്തുവിനെ സമ്പൂർണ്ണമായിട്ട് അനുകരിച്ച് ജീവിക്കാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കുമോ? ഗാന്ധി ഭക്തന്മാരായ ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഗാന്ധിജി എങ്ങനെ പല്ല് തേച്ചു? ഗാന്ധിജി ചെരിപ്പിട്ടതെങ്ങനെ? ഗാന്ധിജി ടോയ്ലറ്റിൽ ഇരുന്ന എപ്രകാരമാണ്? ഗാന്ധിജിയുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു? പറയാൻ ആർക്കെങ്കിലും ഗാന്ധി ഭക്തന് സാധിക്കുമോ? ലോകത്ത് ലക്ഷക്കണക്കിന് ബുദ്ധമത അനുയായികളുണ്ട്. ശ്രീബുദ്ധൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യരെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ഒരു ബുദ്ധമതക്കാരന് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെ ആരാണെങ്കിലും കാർൽ മാർക്സിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ആരാധിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തില്ലേ? പക്ഷെ കാർൽ മാർക്സിന്റെ വ്യക്തി ജീവിതം അറിയുന്ന എത്ര അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ആളിനെ കൊത്തുണ്ടോ? ആർക്കും പറയാനാവില്ല. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് മരിച്ചു പോയെങ്കിലും നൂറ്റാണ്ടുകൾ പിന്നിട്ട് പോയെങ്കിലും പ്രവാചകന്റെ ജീവിതം സമ്പൂർണ്ണമായി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പോറലുമേൽക്കാതെ മരിക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ളത് പോലെ ആ തലയിലും താടിയിലും എത്ര മുടി നരബാധിച്ചിരുന്നു എന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ട ജീവിതം. അദ്ദേഹം ഏത് ഭാഗത്തേക്കാണ് തുപ്പിയത് നടന്നു പോകുമ്പോൾ, എങ്ങനെയാണ് ടോയ്ലറ്റിൽ ഇരുന്നത്, എങ്ങനെയാണ് രാജ്യത്തിനെ നയിച്ചത്, എങ്ങനെയാണ് കുടുംബവുമായിട്ട് പെരുമാറിയത്, എങ്ങനെയാണ് മക്കളെ വളർത്തിയത്, എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത്, എല്ലാം എങ്ങനെ ചിരിച്ചു, എങ്ങനെ കരഞ്ഞു, എങ്ങനെ വിജയം ആഘോഷിച്ചു, എങ്ങനെ പരാജയത്തെ നേരിട്ടു, എന്താണ് പറയാതെ പോയത്, എല്ലാം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. സഹോദരന്മാരെ, നമ്മുടെ വലിയ ബാധ്യത ആ തിരുനബിയോട് നമുക്ക് ഹബ്ബും മഹബത്തും ഉണ്ടെങ്കിൽ ആ ജീവിതത്തിന്, പ്രത്യേകിച്ച് വർത്തമാന കാലത്ത്, യാന്ത്രികമായിട്ട് മനുഷ്യരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിലൂടെ പരിചയപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു റസൂലിന്റെ മഹത്തായ ആശയങ്ങൾ പറയാൻ പലർക്കും സാധിക്കും, പക്ഷെ ജീവിതത്തിൽ ആവാഹിക്കുക അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും വലിയ പ്രബോധനത്തിൻ്റെ തുറുപ്പ് ചീട്ട് അതാണ്. 1000 പേജ് പുസ്തകങ്ങളെക്കാളും ചുമരിൽ വരച്ച ഒരു ഒറ്റ ചിത്രത്തിന്, ഒരു പിക്ചറിന് വലിയ സ്വാധീനം ചെലുത്താനാവും. ഇതാണ് മുസ്ലിം എന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ച ഒരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനെ ഇതാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ചിരി കൊണ്ട്, നമ്മുടെ സാമ്പത്തിക ബന്ധങ്ങളെ കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് ഇതാണല്ലോ ആശയം, ഇസ്ലാം എന്ന മഹത്തായ ആശയം എന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമാർ നമുക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് പ്രവാചകനോടുള്ള ശരിയായ ഹക്ക് വീട്ടിയവരാവുക. ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമാതൃക പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള നാളുകൾ കഴിയുന്നത്ര നിരുതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മജ്‌ലിസുകളിലും സദസ്സുകളും സംബന്ധിക്കാൻ ശ്രമിക്കുക. ഓരോ മജ്‌ലിസിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും ആ നബിയോടുള്ള മഹബത്ത് ഇങ്ങനെ വർദ്ധിച്ച് വരാനും നമുക്ക് കാരണമായിരിക്കും. അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.